നമസ്കാരം. ഭീകരതയ്ക്ക് മറുപടി നൽകാനായി രാജ്യം നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതു തരത്തിലായിരിക്കും ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാന് നേരെ ഉണ്ടാവുക എന്ന ചോദ്യം ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ഒരു സൈനിക നടപടിയിൽ പ്രതികരിക്കുക? കാരണം 2016-ലും 2019-ലും ഉണ്ടായതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമോ അതോ ഒരു ഓൾ ഔട്ട് വാർ ആയിരിക്കുമോ? ഡെഫിനറ്റ്ലി ഇതൊരു സർജിക്കൽ സ്ട്രൈക്കിനപ്പുറം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആക്രമണം വീണ്ടും ഉണ്ടാവില്ല. ഇനി ഇതുപോലെ ഒരു ആക്രമണം ഭാരതത്തിന് നേരിടാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം എന്നുള്ള നിലയിൽ നിന്നാണ് ഇപ്പോൾ ഈ നടക്കുന്ന എല്ലാ ചർച്ചകളും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കാര്യങ്ങൾ തുടരാൻ പറ്റില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഓരോ സമയത്തും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ ഭാരതത്തിനെതിരായിട്ടൊരു വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദി നെറ്റ്വർക്കും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ലഹോറിലും റാവൽപിണ്ടിയിലും മറ്റു പല സ്ഥലങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പണം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സിസ്റ്റമായിട്ട് അത് മാറിയിട്ടുണ്ട്. കശ്മീരിലെ തീവ്രവാദം, ഭീകരവാദം അതൊരു വലിയ ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. പല ആൾക്കാർക്കും പണം ഉണ്ടാക്കാനുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സമഗ്രമായ ഒരു വിലയിരുത്തൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഒരു കാരണവശാലും ഇത്തരം ഒരു കാര്യം ഇനി അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകം. ഈ ചർച്ചകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകം അല്ലെങ്കിൽ പ്രധാന ഗോള് അതുതന്നെയാണ്. ഇപ്പോൾ നാവികസേനയായിരിക്കും ഈ ഒരു ആക്രമണത്തിന് മുൻകൈ എടുക്കുക എന്നൊരു വാദം വരുന്നുണ്ട്. അതായത് നാവികസേനയാണ് അവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിലൂടെ ഇത്തരത്തിൽ പടക്കപ്പലുകളുടെ ചിത്രം പോസ്റ്റ് ചെയ്ത് ദൗത്യം അകലെയല്ല എന്നൊക്കെയുള്ള സന്ദേശം നൽകുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ശരിയാണോ? അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെക്കുലേഷനോ നമ്മൾ പറയാൻ പോലും പാടില്ല. എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായമാണ്. കാരണം നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സസിൽ, നമ്മളുടെ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നാവികസേനയാണോ കരസേനയാണോ അതോ എയർ സ്ട്രൈക്കാണോ, ഇതൊക്കെ നമുക്കിങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യാം. ഇതൊന്നും സത്യമാണോ എന്നില്ല. ഒരുപക്ഷെ ഇതിനൊക്കെ അപ്പുറമുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കാം പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു സർപ്രൈസ് എലിമെൻ്റ് ഉണ്ട്. അതിൽ ശത്രുവിനെ എന്താ പറയുക, വിറപ്പിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം ശ്രദ്ധ തിരിക്കാനുള്ള മാർഗങ്ങളും ആവാം. ഇപ്പം നമുക്കറിയാമല്ലോ, ബാലാക്കോട്ടിന് മുമ്പ് നമ്മളുടെ എയർഫോഴ്സ് എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അവിടെ പല സോട്ടികളും പല ഫോർമേഷൻസും ഒക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ പുറകെ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് പോയപ്പോഴാണ് മറുവശത്തൂടെ പാക് ഒക്യുപ്പൈഡ് കശ്മീരും കടന്ന് അപ്പുറത്ത് പോയിട്ട് പാകിസ്ഥാൻ്റെ മെയിൻലാൻഡിൽ പോയി അടിച്ചിട്ട് തിരിച്ചു വന്നത്. 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഡൈവേഷണറി ടാക്ടിക്സ് ഒക്കെ ഇതിനകത്ത് വലിയ കളി നടക്കും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒരു കാര്യവും വളരെ ഉറപ്പുള്ളത്, ഇതൊരു സർജിക്കൽ സ്ട്രൈക്കിലോ അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി എന്നുള്ള നിലയിൽ ഉള്ള ഒരു ആക്ഷൻ, ഒരു മിലിറ്ററി ആക്ഷൻ കൊണ്ടോ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് പാകിസ്ഥാനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ലോങ് ടേം പ്ലാൻ. ഇതിനകത്ത് ഡെഫിനറ്റായിട്ട് ഒരു ഷോർട്ട് ടേം പ്ലാൻ ഉണ്ടാവും. കാരണം അടിക്ക് തിരിച്ചടി കൊടുക്കണം. പക്ഷേ അത് കൂടാതെ ഇത് ഒരു ലോങ് ടേം പ്ലാനിലേക്ക് ഈ കാര്യങ്ങൾ പോകും. എനിക്ക് തോന്നുന്നില്ല അടുത്ത ഒരു കുറേ ദശാബ്ദങ്ങളിലേക്കെങ്കിലും പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള ഒരു റിലേഷൻ പഴയതുപോലെ ആകുന്നു. ഇനിയും പാകിസ്ഥാൻ തന്നെ ഇന്നത്തെ രൂപത്തിൽ നിലനിൽക്കുമോ എന്നുള്ളതും നമുക്ക് സംശയമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, വളരെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യുന്നത് ദില്ലിയിൽ നടക്കുന്ന തിരക്കിട്ട നീക്കങ്ങളെ. കഴിഞ്ഞ ദിവസം വളരെ ഉന്നതതല ഒരു യോഗം, വകുപ്പ് സെക്രട്ടറിമാർ പോലും പങ്കെടുക്കാത്ത ഒരു ഉന്നതതല യോഗം നടന്നു. ഇന്നിപ്പോൾ സുരക്ഷാകാര്യ ഉപസമിതിയുടെയും ക്യാബിനറ്റിൻ്റെയും ഒക്കെ യോഗങ്ങൾ നടക്കുകയാണ്. ഈ യോഗങ്ങളുടെ അർത്ഥം എന്താണ്? ഇത് കഴിഞ്ഞിട്ടാകുമോ ആക്രമണം ഉണ്ടാവുക എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ യോഗങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റഡ്, നമ്മളുടെ ഇന്ത്യ ഇതുപോലെ ഒരു വലിയ ബൃഹത്തായ രാജ്യമാണ് അല്ലേ. 140 കോടി ജനങ്ങൾ, ആ ജനങ്ങളെ ഭരിക്കുന്ന ഒരു വലിയ സംവിധാനം. ആ സംവിധാനത്തിന് തന്നെ നിരവധി ഘടകങ്ങൾ, നിരവധി വകുപ്പുകൾക്ക് മേധാവിമാർ. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ ഈ ഒരൊറ്റ കാര്യത്തിൽ ഒരു ഗോള്
കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ട് അതിന് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാവർക്കും പരസ്പരം അറിയാം ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി വരുത്താനും, അതും എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീഡ് ടു നോ ബേസിസ്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഏതാണ്ടൊരു രൂപമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ആ നിലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ ഓരോ മീറ്റിങ്ങിലും പോകുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാബിനറ്റ് ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടുകയാണ്. ഞാൻ ആ ക്യാബിനറ്റിനെ വിളിക്കുന്നത് വാർ ക്യാബിനറ്റ് എന്നാണ്. അത് യുദ്ധത്തിൻ്റെ ക്യാബിനറ്റാണത്, ഒരു സംശയമില്ല. കാരണം ഇതിന് തൊട്ട് മുമ്പ് CCPA കൂടിയിരുന്നു, ഇതിന് തൊട്ട് മുമ്പ് CCS കൂടിയിരുന്നു. അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ് ആണ് കൂടിയത്. അത് കഴിഞ്ഞ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് കൂടി. അത് കഴിഞ്ഞ് CCEA കൂടിയിട്ടുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ ഏതൊക്കെ മേഖലകളിൽ കാര്യങ്ങൾ എങ്ങനെ ബാധിക്കും എന്നുള്ളത് സംബന്ധിച്ച, അതായത് ഇപ്പം നമ്മളെങ്ങനെ പാകിസ്ഥാനെ ആക്രമിക്കുന്നു, പാകിസ്ഥാനുമായി എന്തുണ്ടാകും എന്നുള്ളതല്ല ഈ പല മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളെ എങ്ങനെ ബാധിക്കും, അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സിലും പാകിസ്ഥാനുമായിട്ടുള്ള ട്രേഡിനെ കുറിച്ചും ചർച്ച വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട്, 2 വർഷം കൊണ്ടോ മറ്റോ ആണ് പാകിസ്ഥാനിലേക്കുള്ള നമ്മളുടെ എക്സ്പോർട്ട് 4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര, ഫ്രൂട്ട്സ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാകിസ്ഥാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ട്രേഡിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സമഗ്രമായി, വളരെ കോർഡിനേറ്റഡായി ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടായിരിക്കും ഇന്ത്യ ഒരു എന്താ പറയുക, ഒരു ദീർഘകാല പദ്ധതിയിലേക്ക് പോകുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഭീകരവാദം നമുക്കൊരു വലിയ തലവേദനയാണ്. നമ്മളുടെ പുരോഗതിയെ, നമ്മളുടെ സമൂഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അതിന് ഇനി ഒരു പെർമനൻ്റ് സൊല്യൂഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഈ ഒരു പഹൽഗാം തെളിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുമ്പോഴും ചില മുന്നൊരുക്കങ്ങൾ സൈന്യം നടത്തുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ അഖ്നൂർ മേഖലയിലെ ഒരു തന്ത്രപ്രധാന ഭാഗം പിടിച്ചു എന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അഖ്നൂർ മേഖലയിൽ എന്തായാലും കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വലിയ തോതിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്, വലിയ തോതിൽ ആക്ഷൻ നടക്കുന്നു. അഖ്നൂർ മേഖല നിയന്ത്രണ രേഖയിലുള്ളതല്ല, അത് ഇൻ്റർനാഷണൽ അതിർത്തിയാണ്. പക്ഷേ അഖ്നൂർ മേഖലയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചിക്കൻ നെക്ക് പോലെയാണ്. അത് ഈ പറഞ്ഞ പോലെ ഭാരതത്തിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭൂവിഭാഗമാണ്. അതിനെ അത് ആ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ 2.5 കിലോമീറ്റർ കീഴടക്കിയാൽ മതി, 2.5 കിലോമീറ്റർ നമ്മൾ ക്രോസ് ചെയ്താൽ മതി, ഏറ്റവും അതിൻ്റെ നാരോയസ്റ്റ് പോയിന്റിൽ. അപ്പോൾ അത് പിടിച്ചെടുത്തു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവമൊന്നുമല്ല. അങ്ങനെ പിടിച്ചെടുത്തെങ്കിൽ പോലും അതൊരു വലിയ സംഭവമൊന്നുമല്ല. അതൊരു ലോഞ്ച് പാഡ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു തുടക്കം മാത്രമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ല വിഷയം. പക്ഷേ അവിടെ ഹെവി ഫയറിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടി കൂടുതൽ നമ്മളിപ്പോൾ ഭാരതത്തിൻ്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് പറയുന്നതിനപ്പുറം പാകിസ്ഥാൻ്റെ സൈനിക നീക്കങ്ങളുണ്ട്. പാകിസ്ഥാൻ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആകെ ടെറിഫൈഡാണ്, വളരെ ഭയത്തിലാണ് നിൽക്കുന്നത്, ആശങ്കയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവർ ബലൂച്ചിൽ നിന്ന് അവരുടെ ഇൻഫൻട്രി ഡിവിഷൻസിനെ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാറ്റുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ബലൂച്ചിൽ നിന്ന് ഇൻഫൻട്രി ഡിവിഷനെ ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിന് അവരുടെ ഡെസ്പറേഷനാണ് കാണിക്കുന്നത്. കാരണം ബലൂച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്, അവർക്ക് വലിയ തോതിൽ പാകിസ്ഥാൻ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രദേശമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് താങ്ങാൻ പാകിസ്ഥാന് പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ ആ വിഷയത്തിൽ. പക്ഷേ തീർച്ചയായിട്ടും ഒരു കോർഡിനേഷനും ഒരു തിരിച്ചടിയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിരിക്കില്ല ആക്രമണമെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഊഹിക്കാം. കാരണം ഇതെന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ യുദ്ധത്തിലേക്ക് പോകാൻ നമുക്ക് യാതൊരു ആഗ്രഹമുള്ള ഒരു രാജ്യമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ യുദ്ധങ്ങളെല്ലാം നമ്മളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് യുദ്ധം തന്നെ 71-ലെ
ഇന്ദിരാഗാന്ധി നിവൃത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയാർത്ഥികൾ വരുന്നു, അവിടെ സാധാരണക്കാരായ ജനങ്ങളെ, ഹിന്ദുക്കളെ കൊല്ലുന്നു. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അവിടുത്തെ വലിയ തോതിലുള്ള ക്രൂര പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് മാറി, അഭയാർത്ഥി ഇഷ്യൂ ആണ്. അപ്പോൾ ബാക്കിയുള്ള സകല യുദ്ധങ്ങളും ഭാരതത്തിൻ്റെ മേൽ ഇങ്ങോട്ട് വന്നതാണ്, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ചൈനയുടെ അഗ്രഷനാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ വികസനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഭീഷണികൾ നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഈ അഫ്ഗാനിസ്ഥാനുമായി ഈ അവസരത്തിൽ ഇന്ത്യ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട്. അത് എത്രമാത്രം പ്രയോജനപ്പെടും ഇന്ത്യക്ക്? അല്ല, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല ചർച്ചകൾ തുടങ്ങിയത്. അഫ്ഗാനിസ്ഥാൻ്റെ താലിബാനെ ഏതാണ്ട് പാർഷ്യലി നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ. കാരണം അത് അംഗീകരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അഫ്ഗാനിസ്ഥാനിൽ രണ്ടാമതും താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ ISIയുടെ ചീഫും പാകിസ്ഥാൻ ആർമി ചീഫും ഒക്കെ അവിടെ അഫ്ഗാനിസ്ഥാനിലേക്ക് കാബൂളിൽ പറന്നിറങ്ങുകയും അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ ഇന്ത്യയെ നോക്കിക്കോളാം എന്നൊക്കെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരോടൊക്കെ ഒഴിഞ്ഞു പോകാനൊക്കെ അന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നോക്കുക, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ, ഒരുപക്ഷെ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയെക്കാട്ടിൽ വലിയ ശത്രുതയാണ്. രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ്, തമ്മിൽ വലിയ ശത്രുതയാണ്. തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാന് എതിരായി പ്രവർത്തിക്കുന്ന താലിബാൻ സംഘമുണ്ട്. അവർ അവിടെ പാകിസ്ഥാൻ ആർമിയെ വെള്ളം കുടിപ്പിക്കുകയാണ്. പിന്നെ അവിടുത്തെ അഭയാർത്ഥികളെ എല്ലാം പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചയക്കുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക്. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടെ പാകിസ്ഥാൻ എങ്ങനെ താങ്ങുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതിനിടയിൽ ഈ പറഞ്ഞ പഹൽഗാമും കൂടെ ഒപ്പിക്കുകയാണ് പാകിസ്ഥാൻ. ഇതൊരു ആത്മഹത്യാ പ്രവണതയാണ്. അതിനപ്പുറം നമുക്ക് വേറൊന്നും പറയാനില്ല. അതിനെതിരെ പാകിസ്ഥാനിനുള്ളിലും വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഈ അസീം മുനീർ എന്ന് പറയുന്ന രക്തദാഹിയായ മനുഷ്യൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ട്രാറ്റജിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാണ്. എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ജനകീയ സർക്കാർ ഇതിന് അംഗീകാരം കൊടുത്തു എന്ന്. കാരണം അവർക്ക് ഇന്ത്യയോടെ സ്നേഹം ഉണ്ടായിട്ടോ ഹിന്ദുക്കളെ കൊല്ലരുതെന്നോ ഉണ്ടായിട്ടല്ല, മറിച്ച് അവർക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. പക്ഷേ പട്ടാളക്കാരന് അത് മനസ്സിലാവണമെന്നില്ല. ഈ ചൈനയുടെ പിന്തുണ അത് ഇന്നത്തെ സാഹചര്യം വെച്ച് ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു. അത് ഇന്ത്യയെ ഒരു തിരിച്ചടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രത്യാക്രമണത്തിന് പോകുമ്പോൾ അത് ഇന്ത്യ വലിയ രീതിയിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇന്ത്യ തീർച്ചയായിട്ടും പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചൈനീസ് പിന്തുണ തന്നെയാണ്. പക്ഷേ കുമാർ ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ കാർഗിൽ ഉണ്ടായപ്പോഴും അതിനു മുമ്പുള്ള യുദ്ധങ്ങളുണ്ടായപ്പോഴും അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങളിലും ഒക്കെ ഒരു പരിധിക്കപ്പുറത്തോട്ട് ചൈന ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈന സൂപ്പർഫിഷ്യലി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പം കുറച്ച് മിസൈൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം അമേരിക്ക ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെട്ട അത്രയും പോലും ചൈന ഇടപെടുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ചൈനീസ് പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ട്രേഡാണ് ഏറ്റവും പ്രധാനം. ചൈനയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ ഭൂമി വിസ്തൃതമാക്കുക എന്നുള്ള ഒരു അജണ്ട എപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ചൈനയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈനയ്ക്ക് വേണ്ടി ചെയ്യുമായിരിക്കും, പക്ഷേ അത് പാകിസ്ഥാനെ കാരണം പാകിസ്ഥാനെ ഇപ്പോൾ ചൈന കാണുന്നത് ഒരു കോളനിയായിട്ട് മാത്രമാണ്. ആ കോളനിയിൽ ചൈനയുടെ ആധിപത്യം നിലനിർത്തുക എന്നുള്ളതിനപ്പുറം പാകിസ്ഥാനെ ഭാരതത്തിനെതിരായിട്ട് സഹായിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന കാണിക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ ചൈനീസ് സഹായം അത് ഭാരതം തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു ഘടകമാണ്. അത് ഭാരതം പൂർണ്ണമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്താണ് ചൈന യഥാർത്ഥത്തിൽ പാകിസ്ഥാന് വേണ്ടി ഈ സമയത്ത് ചെയ്തത്, എന്താണ് ചെയ്യുന്നത്, ഇനിയും പാകിസ്ഥാന് വേണ്ടി എത്രത്തോളം ചൈന പോകും. ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളുടെ ക്യാബിനറ്റിനെയും നമ്മളുടെ പ്രധാനമന്ത്രിയെയും ഒക്കെ ഇൻ്റലിജൻസ് ഏജൻസികൾ അവർ ബ്രീഫ് ചെയ്തിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും 2016-ലും 2019-ലും നൽകിയ മറുപടി പോലെ ആയിരിക്കില്ല, പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ദില്ലിയിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. നമസ്കാരം.
Branding partner, EduBix, online executive education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.